ഇന്നലെ പാതിരാത്രിയിൽ റന ഫാത്തിമയോട് ആര്യൻ ചെയ്ത തെമ്മാടിത്തരം അത് ഇന്ന് രാവിലെ ബിഗ് ബോസ് ഹൗസിൽ ചർച്ചാ വിഷയമാണ്. ഈ ചർച്ചയ്ക്കിടയിൽ അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട്, ആര്യന്റെ ഇന്റൻഷൻ ഒന്നും ശരിയല്ല എന്നുള്ളത്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നമുക്ക് ഇന്നലത്തെ രാത്രിയിലെ കലാപരിപാടികളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ആര്യന്റെ ബെഡിൽ നെവിൻ കിടക്കുകയാണ്. ആര്യൻ ഇങ്ങോട്ട് വന്നിട്ട് നെവിനെ ഒരു ചവിട്ട് കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ആര്യൻ ആ ചെയ്തത് തന്നെ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ആര്യന്റെ വീട്ടിലോ നെവിന്റെ വീട്ടിലോ ഒക്കെയാണ് അവരിത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ബെഡിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ ബെഡിൽ കിടക്കുകയാണെങ്കിൽ ഒരു ചവിട്ടൊക്കെ ചിലപ്പോൾ കൊടുക്കും. അതൊരു അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിലാണ്. നാട്ടുകാരുടെ ഫ്രണ്ടിൽ വെച്ച് ഒരുത്തം ബെഡിൽ കിടക്കുമ്പോൾ നേരെ പോയി ചവിട്ടുക എന്ന് പറയുന്നത് എന്തോ എനിക്ക് ആര്യൻ്റെ ആ ഒരു ആക്ടിനോട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല. എന്നിട്ടും ഇവൻ ചവിട്ടിയിട്ടും നെവിൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നില്ല. ആര്യൻ നേരെ നെവിൻ്റെ ബെഡിൽ വന്ന് കിടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നെവിൻ അവിടെ നിന്ന് എണീറ്റ് പോരും. അത് കഴിയുമ്പോഴത്തേക്ക് റന ഫാത്തിമ ആ ബെഡിൽ പോയി കിടന്നു. റന ഫാത്തിമ ആ ബെഡിൽ പോയി കിടന്നപ്പോഴത്തേക്ക് ആര്യൻ റന ഫാത്തിമയുടെ പുറത്തൂടെ കയറി അങ്ങോട്ട് കിടക്കുന്ന പോലെ ഒരു ചെറിയ പരിപാടി അവൻ്റെ ഭാഗത്തുനിന്ന് നടന്നു. സത്യം പറഞ്ഞാൽ ആ ചെയ്തത് തെമ്മാടിത്തരം തന്നെയാണ്. അത് നെവിനോടാണ്. നെവിൻ അവിടെ കിടക്കുമ്പോഴാണ് നെവിൻ്റെ പുറത്തൂടാണ് ഇവൻ പോയി കിടന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതൊരു പെൺകുട്ടിയല്ലേ, നമ്മളതിനെ അങ്ങനെ കാണണ്ടേ. ഇപ്പം നമ്മൾ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളൊരു ഫ്രണ്ടാണ്, പെൺകുട്ടിയാണ്. അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പം എന്നാൽ പോലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ചിലപ്പം തള്ളി മാറ്റി അങ്ങോട്ട് കിടക്കും, അല്ലാതെ പുറത്തൂടെ കയറി കിടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ ആ ചെയ്തതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. തെമ്മാടിത്തരം തന്നെയാണ്. നമ്മുടെ റന ഫാത്തിമ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അതിന് ശേഷം ബിന്നിയെടുക്കെ കിടന്നുകൊണ്ട് കരയുന്നുണ്ട്, ഈ കാര്യം പറയുന്നുണ്ട്. കാരണം രനയ്ക്ക് ഫേഡിയായി, നല്ല ഒന്നാന്തരം ഫേഡിയായിട്ടുണ്ട് രനയ്ക്ക്. കാരണം ഇത് പുറത്തെങ്ങനെ പോർട്രേറ്റ് ആവും എന്നുള്ളൊരു പേടി റെനയുടെ ഉള്ളിലുണ്ട്. മനസ്സിലായില്ലേ? ഈ സാധനം തന്നെ കട്ട് ചെയ്ത് ആൾക്കാരെടുത്ത് റീലാക്കി തട്ടുമെന്ന് റെനയ്ക്കറിയാം. അപ്പം അത് നല്ല രീതിയിലൊരു പേടി തട്ടിയോണ്ടായിരിക്കും രാത്രി തന്നെ ബിന്നിയെടുക്കെ കിടന്ന് സംസാരിച്ച് കരയുന്നൊക്കെ ഉണ്ട്. രാവിലെയും അവിടെ എവിടെയൊക്കെ ഇരുന്ന് മോങ്ങുന്നുണ്ട്. അപ്പൊ രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് വലിയ ചർച്ചയായി, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ലക്ഷ്മി മാത്രം ഇതിനകത്തൊന്നും ഇടപെടുന്നില്ല. കാരണം കിട്ടി, ഓൾറെഡി ഇങ്ങനൊരു സാധനത്തിൽ ലക്ഷ്മിക്ക് കിട്ടി തീർന്നിരിക്കുക. ലക്ഷ്മി അതുകൊണ്ട് തന്നെ മിണ്ടുന്നില്ല. അത് അക്ബർ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ അക്ബറും ആര്യനും ഒക്കെ നമ്മുടെ വലിക്കുന്ന ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴത്തേക്ക് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്താണ് അക്ബർ ഇത് പറയുന്നത്. പേടിയായിട്ടുണ്ട്, ലക്ഷ്മി മിണ്ടുന്നില്ല, ലക്ഷ്മി ആ പരിസരത്തേക്ക് പോലും പോകുന്നില്ല. ജിഷനും പറയുന്നുണ്ട് അവള് വരത്തില്ല, അവളോട് പേടിയായി പോയി. സത്യമാണ്, ലക്ഷ്മി ഇനിയും അങ്ങനെയുള്ള പൈറ്റങ്ങളും കൊണ്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത് രാവിലെ അനുമോള്, നമ്മുടെ റന ഫാത്തിമ, ബിന്നി, ആദില നൂറ ഇവരെല്ലാം കൂടെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ ഈ സാധനം ചർച്ചയാവുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട് ഇവര്. അപ്പൊ ഇവര് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആര്യൻ സോറി പറഞ്ഞു. റന ഫാത്തിമ ഓക്കെ, റന ഫാത്തിമയ്ക്ക് അത് വേറൊരു ഇന്റൻഷൻ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആര്യൻ മോശമായിട്ട് അത് ചെയ്തു. പക്ഷെ ആ ചെയ്ത ആക്ട് അത് റന ഫാത്തിമയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ ഇതിനെ വേറൊരു തരത്തിലേക്ക് തള്ളിവിടാൻ അനുമോള് രാവിലെ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് അയ്യടാന്നായി പോയി. എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ പൊന്നനുമോളെ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ നടക്കത്തില്ല. നല്ലൊരു കണ്ടന്റിൽ നല്ലൊരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ച് അനുമോള് സംസാരിച്ചാൽ അനുമോളെ സപ്പോർട്ട് ചെയ്യാം. ഇവിടെ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അനുമോള് പൊക്കിക്കൊണ്ട് വരുന്നത്. ആര്യൻ്റെ ഇന്റൻഷൻ ശരിയല്ല, അവൻ പലരോടും സംസാരിക്കുന്ന രീതി ശരിയല്ല, മുമ്പ് അവൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ആക്റ്റും അവൻ മനഃപൂർവ്വം വൃത്തികേട് ഉദ്ദേശിച്ചാണ് ചെയ്തത് എന്നൊക്കെ അനുമോള് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വരുന്ന ആഴ്ചയിൽ നമ്മുടെ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ഇത് പറഞ്ഞ അനുമോക്കിട്ടൊരു പൊരിപ്പീര് കാണും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം രണയ്ക്ക് പോലും അത് വേറൊരു ഇന്റൻഷൻ ആണെന്ന് ഇടയ്ക്ക് എവിടെയൊക്കെയോ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് അങ്ങോട്ട് പരസ്യമായിട്ട് പറഞ്ഞ് ഇതിപ്പം ഷാനവാസ് വരുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട്, അതായത് ഇത് ഇങ്ങനെയൊക്കെ അനുമോളെ നീ പറയുമ്പോഴത്തേക്ക് വേറൊരാളുടെ ജീവിതം ഒണിയലിന് കിട്ടിയ സെയിം സാധനമാണ്. ആര്യൻ ചെയ്തത് തെമ്മാടിത്തരം, യോജിക്കുന്നില്ല. നമ്മൾ ചെയ്തത് തെമ്മാടിത്തരം തന്നെ. ലാലേട്ടൻ അത് ഈ ആഴ്ച വരുമ്പോൾ ചോദിക്കണം. ഈ ആഴ്ച തുടങ്ങിയതേ ഉള്ളൂ, ചോദിക്കാനുള്ള ആദ്യത്തെ കാര്യം ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ചോദിക്കാം, പക്ഷേ അതിനെ വേറെ തരത്തിലേക്ക് പോർട്രേറ്റ് ചെയ്ത് തള്ളരുത്. അത് അനുമോള് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്, അത് ശരിയല്ല. എന്നിട്ട് അതിൽ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അനുമോളെ നീ ഇത് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും വെച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കും ഫീൽ ചെയ്തത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മസ്താനി ആര്യനെ അത് കാണിച്ചിട്ടില്ല, മസ്താനി ആര്യനെ തള്ളിയിടുന്ന ഒരു സാധനം അത് കാണിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ലൈവിലാണ് കണ്ടത്, എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു സാധനം ആര്യനെ തള്ളിയിട്ടത് ശരിയായില്ല. അത് അനുമോൾക്ക് ചിലപ്പോൾ അതൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നിക്കാണും. അത് അനുമോൾക്ക് കിട്ടിയ ഒരു സാധനം പറയാം, അവൻ്റെ ഇന്റൻഷൻ ശരിയല്ലായിരുന്നു, അവൻ അത് വേണമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. അത് അനുമോളുടെ
പേഴ്സണൽ അനുമോളുടെ ദേഹത്തേക്ക് വീണപ്പോൾ അനുമോൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്ന് അനുമോക്കേ അറിയത്തുള്ളൂ. പക്ഷെ ഇത് വേറൊരാളുടെ കാര്യത്തിൽ അയാളത് പറയുന്ന പോലും ഇല്ല. അപ്പൊ അനുമോൾ ഈ സാധനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് അനുമോൾക്ക് തിരിച്ചടിയായിട്ട് മാറും. എനിക്ക് അങ്ങനെയാണ് പെട്ടെന്ന് അത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് എന്താണെങ്കിലും. അപ്പൊ ഇതൊക്കെയാണ്, ഇത് രാവിലെ തന്നെ ചർച്ചാ വിഷയം, അവിടെ എവിടെയൊക്കെ ഇത് സംസാരിക്കുന്നുണ്ട്. ഇത് അധികം നീട്ടിക്കൊണ്ട് പോകാതെ ഇതങ്ങ് തീർക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ ജിഷിൻ രാവിലെ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓടി നടന്നു, ഓരോടത്തും പോയി ഓരോരുത്തരെ വിളിച്ചിട്ട് ബാ 2 ഇടിയപ്പം ഉണ്ട്, ഇച്ചിരി കറിയുണ്ട്, ചോറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ലൈക്ക് ജിഷിൻ അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ആ ഒരു മോഡിലേക്കാണ്. പിന്നെ അനീഷേട്ടനും ഈ ഒരു കേസിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഫീൽ ചെയ്തോന്ന് അറിയത്തില്ല, ലാലേട്ടൻ ഈ അനീഷേട്ടനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന അനീഷ എല്ലാവരെയും സുഹൃത്തുക്കളായിട്ട് കാണൂ. അനീഷ് അവിടെ കളിക്കുന്ന ഒരു ഗെയിമുണ്ട്. ആ ഒരു ഗെയിമിനെ വഴിതിരിച്ചു വിടാനായിട്ട് ബിഗ് ബോസ് മാമൻ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ച ഒരു സാധനമാണോ അത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സാധനം തോന്നി. എന്തോ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പിന്നെ ആര്യൻ്റെ കേസ്, ആര്യൻ കാണിക്കുന്നത് മൊത്തം ഉണ്ടല്ലോ, നമുക്ക് ആർക്കും ഇപ്പം ഇന്നലത്തെ കേസ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. മസ്താനി ഇറങ്ങിപ്പോയി, ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണ്, മസ്താനി എവിക്റ്റഡ് ആണെന്നുള്ള കാര്യം. അപ്പം മസ്താനി ഇറങ്ങിപ്പോകുമ്പോൾ ആര്യൻ കാണിച്ചൊരു സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ അതിലാരും ആര്യനെ കുറ്റം പറയത്തില്ല, ഉറപ്പായിട്ടും എനിക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു പരിപാടിയാണ് അതിൻ്റെ മുന്നത്തെ ആഴ്ച നമ്മുടെ അപ്പാനി പോയപ്പം അവിടെ കിടന്നുകൊണ്ട് മസ്താനി കാണിച്ചത്. അപ്പൊ പിന്നെ മസ്താനി പോകുമ്പോൾ എന്താണെങ്കിലും അവർ കാണിക്കുന്നതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്നലെ ആര്യൻ ആ കാണിച്ചൊരു ആക്ടിനോട് എനിക്കും ഇച്ചിരിയൊക്കെ കുഴപ്പമില്ല, ഇവൻ കാണിച്ചതിനകത്ത് ഇത്തിരി സന്തോഷം തോന്നി. പക്ഷെ അതിന് ശേഷം രാത്രിയിൽ ഈ കാണിക്കുന്ന പരിപാടി ലൈക്ക് എനിക്കെന്തും ആകാം, അല്ലെങ്കിൽ എനിക്കെന്തും പറയാം. പിന്നെ ആൾക്കാരെ കളിയാക്കുന്ന ഒരു രീതിയുണ്ട് ആര്യൻ്റെ. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ആര്യന് നെഗറ്റീവ് ആവുന്നുണ്ട്. ഇത് ആര്യൻ മനസ്സിലാക്കുന്നില്ല. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് ചെയ്യാൻ വന്നിരിക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാവരും കഴിക്കുന്ന പോലെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്താണെങ്കിലും ബാക്കി ഞാൻ പോയി കാണട്ടെ, എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.